നിങ്ങളെല്ലാവർക്കും ഫോട്ടോഗ്രാഫി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കലയാണ്. ഈ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ടെക്നിക്കൽ കലയാണ് ഫോട്ടോഗ്രാഫി, അല്ലേ? ആരാ ഇഷ്ടപ്പെടാത്തത്? ഇന്ന് നോക്കൂ, എല്ലാവരുടെ കയ്യിലും നല്ല മൊബൈലുകളുണ്ട്. മിക്കവാറും പേരുടെ കയ്യിൽ നല്ല ഡിജിറ്റൽ ക്യാമറകളുണ്ട്, DSLR ക്യാമറ വരെ. പക്ഷേ ഇതൊക്കെ മിക്കവാറും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരിക്കുക. ഇതൊന്നും നല്ലൊരു ഫോട്ടോ എടുക്കാൻ ആർക്കും അറിയില്ല. എന്താ കാരണം? ഫോട്ടോഗ്രാഫിയുടെ ടെക്നോളജി അറിയില്ല. ഈ ഫോട്ടോയിൽ എന്തൊക്കെയോ സെറ്റിങ്സ് ഉണ്ട്, എന്തൊക്കെയോ കുറേ ബട്ടണുകളുണ്ട്, കുറേ ഡയലുകളുണ്ട്. ഇതൊക്കെയാണ് എല്ലാവരുടെയും ഭയം. പിന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്തോ വലിയൊരു ടെക്നോളജിയാണ്, ഒരുപാട് തിയറി ഉണ്ട്. പ്രിയരെ, ഇതൊന്നുമല്ല ഫോട്ടോഗ്രാഫി. ഫോട്ടോഗ്രാഫി വളരെ ലളിതമാണ്. ഫോട്ടോഗ്രാഫി ക്യാമറയുടെ കലയല്ല, ഈ പ്രകൃതിയിലെ ലൈറ്റിൻ്റെ, പ്രകാശത്തിൻ്റെ കലയാണ്. അങ്ങനെ അതിനെ ഒന്ന് പഠിച്ചു നോക്കൂ. ഞാനീ സംസാരിക്കുന്നത് ഇപ്പോൾ യാതൊരുവിധ ലൈറ്റിംഗ് സംവിധാനങ്ങളും ഇല്ല. ടെറസിന് മുകളിൽ ഒരു ക്യാമറ സ്റ്റാൻഡ് വെച്ച് അങ്ങ് സംസാരിക്കുക. ഈ ലൈറ്റിന് എന്തെങ്കിലും അപാകതയുണ്ടോ? കുഴപ്പമില്ലാത്ത കളറാണ്. ഒരു 5 വർഷം പഴക്കമുള്ള സാംസങ് A13 മൊബൈലാണ്. ഇത്രയൊക്കെ പോരെ നല്ല ഫോട്ടോ എടുക്കാൻ, നല്ല വീഡിയോ എടുക്കാൻ? മതി, യാതൊരു സംശയവുമില്ല. പിന്നെന്താ നിങ്ങൾ പേടിക്കുന്നത്? എന്തോ ഒരു പേടി, അല്ലേ? ഫോട്ടോഗ്രാഫിയെ പേടി, ക്യാമറയെ പേടി, സെറ്റിങ്സിനെ പേടി. ഇതൊന്നും ഭയക്കണ്ട. നിങ്ങളെ നല്ല ഫോട്ടോഗ്രാഫറാക്കാൻ, ഫോട്ടോഗ്രാഫിയുടെ മാസ്റ്ററാക്കാൻ നിങ്ങളുടെ മാത്രം ക്യാമറയും നിങ്ങളുടെ മാത്രം മൊബൈൽ ഫോണും, അത് ചെറുതോ വലുതോ വില കുറഞ്ഞതോ കൂടിയതോ ആയിക്കോട്ടെ, അതൊന്നും ചോദിക്കുന്നില്ല. അതുപയോഗിച്ച് നിങ്ങളുടെ ഉപകരണം ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിലിരുന്ന, നിങ്ങളുടെ ഓഫീസിലിരുന്ന ഫോട്ടോഗ്രാഫി പഠിക്കാൻ പ്രാപ്തമാക്കുന്നു. ഞാൻ ശിവൻ പനങ്ങാട്, 40-ലേറെ വർഷത്തെ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ, സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി എക്സ്പീരിയൻസ് ഉള്ള ഞാൻ ഈയിടെ ആരംഭിച്ച ഫോട്ടോ മെഷീൻ ഫോട്ടോഗ്രാഫി അക്കാഡമി എന്ന സ്ഥാപനം നിങ്ങളെ നല്ലൊരു ഫോട്ടോഗ്രാഫറാവാൻ സഹായിക്കുന്നു. ഫോട്ടോഗ്രാഫിയെക്കുറിച്ചുള്ള ഒരു ലഘു വെബിനാർ പങ്കെടുത്ത നിങ്ങൾ ഫോട്ടോഗ്രാഫിയെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ അറിയുവാൻ താഴെ കൊടുത്ത എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യൂ. നിങ്ങളെ സഹായിക്കാൻ മറുപടിയുമായി ഞാൻ വരും. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തൂ. ഏതാനും സീറ്റുകളിലേക്ക് മാത്രമാണ് എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്നത്. എൻ്റെ ജോലി തിരക്കിനിടയിലും മറ്റ് ഔദ്യോഗിക തിരക്കിനിടയിലും വളരെ പരിമിതമായ മാക്സിമം ഒരു 15 പേർക്കാണ് ട്രെയിനിങ് കൊടുക്കാൻ കഴിയുന്നത്. കഴിയുന്നത്ര വേഗം നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ.